ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഈ നോമ്പുകാലം ഓരോ നിമിഷവും എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട്, അതായത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1:46 മുതലുള്ള തിരുവചനങ്ങൾ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. 7 തവണ ചൊല്ലിക്കൊണ്ട് ഹൈലി ഡെലിവറൻസ് പ്രയറാണ് ലൂക്ക 1:46. മറിയത്തിൻ്റെ സ്തോത്രഗീതം, വിടുതലിൻ്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഭാഗിക ദണ്ഡവിമോചനവും ഈ പ്രയർ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പോലും പാപച്ചാച്ചിലേക്ക് പോകാതെ, തിന്മയുടെ ശക്തിയിലേക്ക് പോകാതെ, പ്രലോഭനങ്ങളിലേക്ക് പോകാതെ ഈ നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 1:46 മുതലുള്ള തിരുവചനങ്ങൾ 7 തവണ ഏറ്റേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നോമ്പുകാലം ഏറ്റവും പുണ്യപൂർണ്ണമാക്കാം. പുണ്യങ്ങൾ പൂക്കുന്ന പൂക്കാലമാക്കി നോമ്പുകാലം മാറ്റാം. അതുപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ തലമുറ പൂർവികർക്കൊക്കെ വേണ്ടി ചൊല്ലിക്കൊണ്ടും ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കാം. ആമേൻ.